വെൽക്കം ടു ലേണിനോ. ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ചാപ്റ്ററിലെ MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദി മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് 5.85 gram of sodium chloride per 500 milliliter? Option A 4 mol per liter, option B 20 mol per liter, option C 0.2 mol per liter, option D 2 mol per liter. ഇവിടെ മാസ് ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ മാസ് ഓഫ് സോഡിയം ക്ലോറൈഡ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 5.85 grams ആൻഡ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എത്രയാണ് 58.5 gram per mole ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു 0.1 മോൾസ്. ഇനി വോളിയം ഓഫ് സൊല്യൂഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വാല്യൂ 500 milliliter ഓർ 0.5 liters. മൊളാരിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ, വിച്ച് ഈസ് 0.1 മോൾ ഡിവൈഡഡ് ബൈ 0.5 liters ആൻഡ് ഫൈനൽ വാല്യൂ വരുന്നത് നമുക്ക് എത്രയാണ് വരുന്നത് 0.2 മോൾ പെർ ലിറ്റർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗ്യാസ് X has Cp and Cv ratio as 1.4 at NTP 11.2 liter of gas X will contain dash number of atoms. Cp എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സബ്സ്റ്റൻസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് Cv റെപ്രസെന്റ് ചെയ്യുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സബ്സ്റ്റൻസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്. അപ്പൊ ഈ ഒരു Cp ആൻഡ് Cv റേഷ്യോ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 1.4. ഓക്കെ, അപ്പൊ ഡയറ്റോമിക് മോളിക്യൂൾസിന്റെ കേസിൽ ഗാമയുടെ വാല്യൂ വരുന്നത് 7/5 എന്നാണ്. ഇനി നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 11.2 ഡിവൈഡഡ് ബൈ 22.4 എടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു 0.5 മോൾസ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റം എത്രയാണ് വരുന്നത്? 0.5 into 2 1 ആണ് വരുന്നത്. ആൻഡ് നമ്പർ ഓഫ് ആറ്റം എടുക്കാനായിട്ട് 1 into അവോഗാഡ്രോ നമ്പർ, ദാറ്റ് ഈസ് 6.02 into 10⁻23 ആറ്റംസ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. So correct answer option D ആണ്, 6.02 into 10⁻23 number of atoms. Next question, 1 mole of any substance contains 6.022 into 10⁻23 atoms per molecules. Number of molecules of H2SO4 present in 100 milliliter of 0.02 m H2SO4 solution is. Option A 12.044 into 10⁻20 molecules, option B 6.022 into 10⁻23 molecules, option C 1 into 10⁻23 molecules, option D 12.044 into 10⁻23 molecules. അപ്പോൾ ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസിൽ 6.022 into 10⁻23 molecules ആണുള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ വോളിയം ഓഫ് സൊല്യൂഷൻ എത്രയാണ് തന്നിട്ടുള്ളത്? 100 milliliter, which is equal to 0.1 liter ആണ്. ആൻഡ് മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ ഇവിടെ തന്നിട്ടുണ്ട് 0.02 m. മൊളാരിറ്റിയുടെ എക്സ്പ്രഷൻ വരുന്നത് എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പൊ ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കാണാം, വിച്ച് ഇസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വോളിയം എന്ന് വരും. ഓക്കെ, അപ്പൊ 0.02 into 0.1 ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 0.002 മോൾസ്. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് H2SO4 എങ്ങനെയാണ് കാണുന്നത്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ചെയ്താൽ മതി, വിച്ച് ഈസ് 0.002 into 6.022 into 10⁻23 and it is equal to 12.044 into 10⁻20 molecules. Okay, but 12.044 into 10⁻20 molecules of H2SO4 ആണ് 100 milliliter of 0.02 m H2SO4 solutionൽ present ആയിട്ടുള്ളത്. Okay, so അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 12.044 into 10⁻20 molecules. Next question, what is the mass percent of carbon in carbon dioxide? Option A 0.034%, option B 27.27%, option C 3.4%, option D 28.7%. കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്കുലർ മാസ് എത്രയാണ് വരുന്നത്? 1 into 12 plus 2 into 16, which is equal to 44 grams ആണ് വരുന്നത് മോളിക്കുലർ മാസ്. ആൻഡ് 1 gram molecular mass of carbon dioxide എത്രയാണ്? It is also equal to 44 gram. 44 gram of carbon dioxide കാർബൺ 12 gram atoms of carbon ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? 12/44 into 100 ചെയ്താൽ മതി.
which is equal to 27.27%, and option B ആണ് നമ്മുടെ correct answer. Next question, the empirical formula and molecular mass of a compound are CH2O and 180 gram respectively. What will be the molecular formula of the compound? ഇപ്പോൾ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ മാസും തന്നിട്ടുണ്ട്. നമുക്ക് മോളിക്കുലർ ഫോർമുലയാണ് കാണേണ്ടത്. ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ എന്താണ്? മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് ഈക്വൽ ടു n ഇൻറ്റു എംപിരിക്കൽ ഫോർമുലയാണ് വരുന്നത്. n എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ് ആണ് അല്ലെ? അത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മോളിക്കുലർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ മോളിക്കുലർ മാസ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 180 grams തന്നിട്ടുണ്ട്. ഇനി എംപിരിക്കൽ ഫോർമുല മാസ് കാണാനായിട്ട് എംപിരിക്കൽ ഫോർമുല മാസ് എത്രയാണ്? CH2 ന്റെ ആണ് അല്ലെ? അപ്പൊ 12 plus 2 into 1 plus 16 ചെയ്യാം, which is equal to 30. അപ്പൊ 180 by 30 ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കിട്ടുന്നത് 6 ആണ്. അപ്പൊ 6 into CH2O ചെയ്താൽ നമുക്ക് മോളിക്കുലർ ഫോർമുല കിട്ടും, which is C6H12O6 ആണ് മോളിക്കുലർ ഫോർമുല ഓഫ് ദി ഗിവൺ കോമ്പൗണ്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Next question, if the density of a solution is 3.12 gram per milliliter, the mass of 1.5 milliliter solution in significant figures is option A 4.7 gram, option B 4680 into 10 raised to minus 3 gram, option C 4.680 gram, option D 46.80 gram. ഇവിടെ വോളിയം ആൻഡ് ഡെൻസിറ്റി ഓഫ് സൊല്യൂഷന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ആ ഒരു പർട്ടിക്കുലർ സൊല്യൂഷന്റെ മാസ് കാണുന്നത് എങ്ങനെയാണ്? മാസ് ഇക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്, വിച്ച് ഈസ് 1.5 into 3.12 and is equal to 4.68 grams ആണ് മാസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 1.5 നമ്മൾ നോക്കിയാൽ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ്, അതിന് രണ്ട് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് വരുന്നത് അല്ലെ? നമുക്ക് കിട്ടുന്ന ഒരു മാസിന്റെ ആൻസറിലും രണ്ട് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിലായിരിക്കണം ആൻസർ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ട് 4.68 നമ്മൾ 4.7 ആക്കിയിട്ടാണ് റൗണ്ട് ഓഫ് ചെയ്യുന്നത്. ആൻഡ് അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് 4.7 grams. Next question, which of the following statements about a compound is incorrect? Option A, a molecule of a compound has atoms of different elements. Option B, a compound cannot be separated into its constituent elements by physical methods of separation. Option C, a compound retains the physical properties of its constituent elements. Option D, the ratio of atoms of different elements in a compound is fixed. ഇപ്പൊ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്താണ് പറയുന്നത്? എ കോമ്പൗണ്ട് റീറ്റെയിൻസ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ്. ആക്ച്വലി ഒരു കോമ്പൗണ്ട് ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ റീറ്റെയിൻ ചെയ്യില്ല. ഓക്കെ, so option C ആണ് ഇവിടെ correct answer. Next question, which of the following reactions is not correct according to the law of conservation of mass? Option A, 2 mg plus O2 gives 2 mgO. Option B, C3H8 plus O2 gives CO2 plus H2O. Option C, P4 plus 5O2 gives P4O10. Option D, CH4 plus 2O2 gives CO2 plus 2H2O. ഇപ്പൊ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓൺ ദ ബേസിസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത് C3H8 plus O2 gives CO2 plus H2O ആണ് കറക്റ്റ് ആയിട്ടുള്ള ഇൻകറക്റ്റ് ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ നമുക്ക് പറയുന്നത് ഇങ്ങനെയാണ് അല്ലെ? ഇവിടെ C3H8 ന്റെ മാസ് നോക്കുകയാണെങ്കിൽ 44 grams ആണ് വരുന്നത്, ആൻഡ് ഓക്സിജന്റെ O2 32 gram ആൻഡ് CO2 44 gram and H2 ന്റെ 18 grams. അപ്പൊ ഇവിടെ നമ്മൾ മാസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് മാസ് ഓഫ് പ്രൊഡക്ട്സ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ നോട്ട് ഈക്വൽ ആയിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് മാസ് ഓഫ് റിയാക്ടൻസ് നോട്ട് ഈക്വൽ ടു മാസ് ഓഫ് പ്രൊഡക്ട്സ്, വിച്ച് ഈസ് അഗെയിൻസ്റ്റ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പൊ ഇവിടെ ഈ ഒരു ഓപ്ഷൻ ബി റിയാക്ഷനിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫോളോ ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, patients suffering from AIDS can be helped using which of the following drugs? Option A, cisplatin. Option B, AZT or azidothymidine. Option C, Taxol. Option D, codeine. ഇപ്പോൾ ഇവിടെ നമ്മൾ എയ്ഡ്സിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നോർമലി യൂസ് ചെയ്യുന്ന ഡ്രഗ് എന്ന് പറയുന്നത് AZT അല്ലെങ്കിൽ അസിഡോതൈമിഡീൻ ആണ്. ആൻഡ് സിസ്പ്ലാറ്റിൻ ആൻഡ് ടാക്സോൾ നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെന്റിനാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് കോഡീൻ ഒരു പെയിൻ കില്ലർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഓക്കെ, ഇനി അസിഡോതൈമിഡിന്റെ വേറൊരു പേരാണ് സിഡോവ്യൂഡിൻ എന്ന് പറയുന്നത്. ഇതൊരു ആന്റി റിട്രോവൈറൽ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. ഓക്കെ, ഇത് മറ്റുള്ള ഡ്രഗ്സിന്റെ കോമ്പിനേഷനിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഓപ്ഷൻ ബി എയ്സെറ്റി ഓർ അസിഡോതൈമിഡിൻ ആണ് കറക്റ്റ് ആൻസർ. Next question, dash is referred to as the closeness of different measurements for the same quantity. Option A accuracy, option B precision, option C analysis, option D dimension. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പ്രിസിഷൻ ആണ്. ഇറ്റ് ഈസ് റെഫേർഡ് ആസ് ദ ക്ലോസ്നെസ് ഓഫ് ഡിഫറെന്റ് മെഷർമെന്റ്സ് ഫോർ സെയിം ക്വാണ്ടിറ്റി. ഇനി ആക്യുറസി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഗ്രി ടു വിച്ച് ഇറ്റ്സ് ടേക്കൺ ആസ് സ്റ്റാൻഡേർഡ് ഓർ ഓൾമോസ്റ്റ് ഇക്വലന്റ് ടു ഇറ്റ്. ഓക്കെ. Next question, what is the mass of hydrogen in terms of AMU? Option A 1.0020 AMU, option B 1.0180 AMU, option C 1.0070 AMU, option D 1.0080 AMU. അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് 1.6736 into 10⁻⁻24 ഗ്രാംസ് ആണ്. ഇതിനെ നമുക്ക് AMUയിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് 1.66056 into 10⁻⁻24 ഗ്രാംസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് AMUയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.0078 or 1.008 AMU ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് 1.0080 AMU. Next question, a sample of carbon that contains 70% carbon 12 and 30% carbon 14. What do you think is the average atomic mass of this sample? Option A 14.5, option B 14.14, option C 12.6, option D 12. Carbon 12 70% ആണ്, carbon 14 30% ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവരുടെ ആവറേജ് അറ്റോമിക് മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവരുടെ പ്രൊഡക്ട്സ് എടുത്തിട്ട് ആ ഒരു സമ്മ എടുത്താൽ മതി. ദാറ്റ് ഈസ് 12 into 70% ഓർ 12 into 0.7 ചെയ്താൽ നമുക്ക് 8.4 ആണ് കിട്ടുന്നത് അല്ലെ. ആൻഡ് 14 into 30% ഓർ 14 into 0.3 എന്ന് പറയുന്നത് 4.2 ആണ്. ആൻഡ് 8.4 plus 4.2 ചെയ്താൽ നമുക്ക് 12.6 ആണ് കിട്ടുന്നത്. സോ ഓപ്ഷൻ സി 12.6 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മോളിക്കുലർ മാസ് ഓഫ് സൂക്രോസ് C12H22O11 molecule. Option A 342 AMU, option B 343 AMU, option C 341 AMU, option D 340 AMU. അപ്പോൾ കാർബണിന്റെ ഇൻഡിവിജ്വൽ മാസ് എത്രയാണ്? 12 AMU ആണ് അല്ലെ. ആൻഡ് ഹൈഡ്രജന്റെ ഇൻഡിവിജ്വൽ മാസ് വരുന്നത് 1 AMU ആണ്. ആൻഡ് ഓക്സിജന്റെ ഇൻഡിവിജ്വൽ മാസ് 16 AMU ആണ്. ഓക്കെ, പക്ഷെ സൂക്രോസിൽ 12 കാർബൺ ആറ്റംസ് ഉണ്ട് ആൻഡ് 22 ഹൈഡ്രജൻ ആറ്റംസ് ആൻഡ് 11 ഓക്സിജൻ ആറ്റംസ് ആണ് ആ ഒരു മോളിക്യൂളിൽ ഉള്ളത്. അപ്പോൾ 12 into 12 plus 22 into 1 plus 11 into 16 ചെയ്താൽ നമുക്ക് 342 AMU ആണ് കിട്ടുന്നത്. സോ ഓപ്ഷൻ എ 342 AMU ആണ് കറക്റ്റ് ആൻസർ. Next question, if 1 mole of ammonia contains Y number of particles, then how many particles do 1 mole of glucose contain? Option A 2Y, option B 0.5Y, option C 3Y, option D Y. അപ്പോൾ ഇത് ഏതൊരു കോമ്പൗണ്ട് ആയാലും കുഴപ്പമില്ല, ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസിൽ എപ്പോഴും അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അവോഗാഡ്രോ നമ്പർ ലെറ്റർ Y വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. അവോഗാഡ്രോ നമ്പർ എത്രയാണ് വരുന്നത്? 6.022 into 10⁻23 ആണ് വരുന്നത് അല്ലെ. അപ്പം ഒരു മോൾ ഓഫ് അമോണിയയിൽ Y നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഒരു മോൾ ഓഫ് ഗ്ലൂക്കോസിലും എത്രയാണ്? Y നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തന്നെ ഉണ്ടാവും. സോ ഓപ്ഷൻ ഡി Y ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Next question, dash formula can be calculated if the molar mass is known after having an empirical formula. Option A molecular, option B empirical, option C simpler, option D shorter. മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഒരു മോളിക്യൂൾ ഓഫ് കോമ്പൗണ്ടിൽ എത്ര ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് പ്രസന്റ് ആയിട്ടുണ്ടോ അവരുടെ ഒരു എക്സാക്ട് നമ്പർ ആണ് നമുക്ക് മോളിക്കുലർ ഫോർമുല വഴി കിട്ടുന്നത്. ഇനി എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിലുള്ള വേരിയസ് ആറ്റംസിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹോൾ നമ്പർ റേഷ്യോ ആണ്. മോളാർ മാസ് നമുക്കറിയാമെങ്കിൽ നമുക്ക് ആ ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഓപ്ഷൻ എ മോളിക്കുലർ ഫോർമുലയാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കോമ്പൗണ്ട് കൺസിസ്റ്റ് ഓഫ് 52.17% of carbon, 13.04% of hydrogen and 34.78% of oxygen.
Find the molecular formula if the given molecular weight of the compound is 46 gram. Option A, C2H5OH. Option B, C2H6. Option C, C6H12O6. Option D, CH2O. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ കാർബൺ ആറ്റം ഉണ്ട്, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആറ്റം ഉണ്ട്. ഇവരുടെ റേഷ്യോ എങ്ങനെയാണ് വരുന്നത്? 52.7:13.04:34.78 ഇങ്ങനെയാണ് റെസ്പെക്റ്റീവ്ലി അവരുടെ റേഷ്യോസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു റേഷ്യോനെ നമ്മൾ മോളിക്കുലർ മാസ് 46 ഗ്രാം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ റേഷ്യോ എത്രയാണ്? 2400:600:1600 ആണ് നമ്മുടെ റേഷ്യോ കിട്ടുന്നത്. അതിനെ സിംപ്ലിഫൈ ചെയ്താൽ 24:6:16 കിട്ടും. അപ്പൊ ഈ ഒരു റേഷ്യോ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? 24 എന്ന് പറയുന്നത് കാർബണിന്റെ റേഷ്യോ ആണ്. അപ്പം കാർബൺ 2 ആറ്റം ഉണ്ട്. ആൻഡ് 6 എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ റേഷ്യോ ആണ്. 6 ആറ്റം ഓഫ് ഹൈഡ്രജൻ ആണ് അപ്പോൾ ഉള്ളത്. ആൻഡ് 1 ആറ്റം ഓഫ് ഓക്സിജൻ ആണ് ഉള്ളത്. അപ്പൊ റിക്വയർഡ് കോമ്പൗണ്ടിന്റെ ആ ഒരു മോളിക്കുലർ ഫോർമുല വരുന്നത് എങ്ങനെയാണ്? C2H6, Hന്റെ 6 ആണ് അല്ലെ, ആൻഡ് ഓക്സിജൻ 1 ആണ്. അപ്പൊ C2H6O അല്ലെങ്കിൽ C2H5OH എന്നാണ് വരുന്നത് ആ ഒരു കെമിക്കൽ ഫോർമുല ഓർ മോളിക്കുലർ ഫോർമുല. സോ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്, C2H5OH. Next question, which of the given reactions are counted as balanced reactions? Option A, H2 plus O2 gives 2H2O. Option B, 4Al plus 3O2 gives 2Al2O3. Option C, MgOH twice plus 2HNO3 gives 2MgNO3 twice plus 2H2O. Option D, N2 plus 3H2 gives NH3. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, വിച്ച് ഈസ് 4Al plus 3O2 gives 2Al2O3. ഇവിടെ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ടാണ് വരുന്നത്. 4 ആറ്റം ഓഫ് അലൂമിനിയം ഉണ്ട് ആൻഡ് 6 ആറ്റം ഓഫ് ഓക്സിജൻ ആണ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ കറക്റ്റ്ലി ബാലൻസ്ഡ് ഇക്വേഷൻ ഇങ്ങനെയാണ്. ഓപ്ഷൻ എയുടെ 2H2 plus O2 gives 2H2O ആണ്. ആൻഡ് ഓപ്ഷൻ സി വരുന്നത് MgOH twice plus 2HNO3 gives MgNO3 twice plus 2H2O ആണ്. ആൻഡ് ലാസ്റ്റ് N2 plus 3H2 gives 2NH3 ആണ് വരുന്നത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. Next question, in a container there are 4 moles of nitrogen, 3 moles of oxygen and 7 moles of hydrogen. Find out the mole fraction of oxygen in this reaction. Option A, 0.2143. Option B, 0.2142. Option C, 0.1234. Option D, 0.2434. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് സബ്സ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്താണ്? മോൾ ഫ്രാക്ഷൻ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ മോൾസ് ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പൊ ഇവിടെ ഓക്സിജന്റെ മോൾ ഫ്രാക്ഷൻ ആണ് നമുക്ക് കാണേണ്ടത് അല്ലെ. ഓക്സിജന്റെ എത്ര നമ്പർ ഓഫ് മോൾസ് ആണ് ഉള്ളത്? 3 ആണ്. അപ്പൊ 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. അപ്പൊ 4 പ്ലസ് 3 പ്ലസ് 7 ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. അപ്പൊ 3 ബൈ 7 പ്ലസ് 7 14. 3 ബൈ 14 ഈക്വൽ ടു 0.2143 ആണ് നമ്മുടെ ആൻസർ വരുന്നത് ഓഫ് മോൾ ഫ്രാക്ഷൻ. സോ ഓപ്ഷൻ എ 0.2143 ആണ് കറക്റ്റ് ആൻസർ. Next question, the normality of 0.3 m phosphorus acid is option A 0.9, option B 0.1, option C 0.6, option D 0.3. ഫോസ്ഫറസ് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല ഇങ്ങനെയാണ് വരുന്നത്, H3PO3 എന്നാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ ബേസിസിറ്റി ഈക്വൽ ടു 2 ആണ് വരുന്നത്. അപ്പോൾ ഒരു ആസിഡിന് നോർമാലിറ്റി ഈക്വൽ ടു ബേസിസിറ്റി ഓഫ് ആസിഡ് ഇൻറ്റു മൊളാരിറ്റി എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് N ഈക്വൽ ടു A ഇൻറ്റു ക്യാപിറ്റൽ M. അപ്പൊ ഇവിടെ ബേസിസിറ്റി 2 ആണ്, മൊളാരിറ്റി എത്രയാണ്? 0.3 m ആണ്. അപ്പൊ 2 ഇൻറ്റു 0.3 0.6 N ആണ് നോർമാലിറ്റി വരുന്നത്. സോ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ്, 0.6. Next question, formation of carbon monoxide and carbon dioxide illustrates the law of option A, law of conservation of mass, option B, law of reciprocal proportion, option C, law of constant proportion, option D, law of multiple proportion. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ഇഫ് ആൻ എലമെന്റ് ഫോംസ് മോർ ദാൻ വൺ കോമ്പൗണ്ട് വിത്ത് അനദർ എലമെന്റ് ഫോർ എ ഗിവൺ മാസ് ഓഫ് ആൻ എലമെന്റ്, masses of other elements are in the ratio of small whole numbers.
Next question, which of the following is dependent on temperature? Option A, molarity. Option B, molality. Option C, mole fraction. Option D, mass percentage. ഇവിടെ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മൊളാരിറ്റി ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്നത്? വോളിയം ഓഫ് സൊല്യൂഷൻ ആണ് ഇവിടെ വരുന്നത്, ആൻഡ് വോളിയം ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ് അല്ലെ. അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ആ ലിക്വിഡിലുള്ള മോളിക്യൂൾസിന്റെ ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് എന്താണ്, ഇൻക്രീസ് ചെയ്യും, ആൻഡ് വിച്ച് ലീഡ്സ് ടു വോളിയം എക്സ്പാൻഷൻ. ഇൻ ടേൺ അവിടെ എന്താണ് സംഭവിക്കുന്നത്? മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് മൊളാരിറ്റി. Next question, if two compounds have the same empirical formula but different molecular formula, they must have option A, different percentage composition, option B, different molecular weights, option C, same velocity, option D, same vapor density. മോളിക്കുലാർ ഫോർമുലയുടെയും എംപിരിക്കൽ ഫോർമുലയുടെയും റിലേഷൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞിരുന്നു മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് ഈക്വൽ ടു n ടൈംസ് എംപിരിക്കൽ ഫോർമുലയാണ്. ഓക്കെ, അപ്പം ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം എംപിരിക്കൽ ഫോർമുല ആണെങ്കിൽ അവർക്ക് ഡിഫറെന്റ് മോളിക്കുലാർ വെയ്റ്റ്സ് ആയിരിക്കും ഉണ്ടാവേണ്ടത്. അപ്പൊ രണ്ട് കോമ്പൗണ്ട്സിന് ഡിഫറെന്റ് മോളിക്കുലാർ ഫോർമുല ഉണ്ടെങ്കിൽ അവരുടെ മോളാർ മാസ്, വിസ്കോസിറ്റി, വേപ്പർ ഡെൻസിറ്റി ഇതെല്ലാം ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ അവരുടെ പെർസെൻറ്റേജ് കമ്പോസിഷൻ എന്ന് പറയുന്നത് ഓൾവേസ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഡിഫറെന്റ് മോളിക്കുലാർ വെയിറ്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, pure water can be obtained from various sources, but it always contains hydrogen and oxygen combined in a ratio of 1:8 by weight. This is an example of option A, law of conservation of mass, option B, Avogadro's law, option C, law of definite composition, option D, Gay-Lussac's law. കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത് ലോ ഓഫ് ഡെഫിനിറ്റ് കമ്പോസിഷൻ ആണ്. ഇതിന്റെ വേറൊരു പേരെന്താണ്? പ്രോസ്റ്റ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റന്റ് കമ്പോസിഷൻ എന്നൊക്കെ പറയും. എന്താണ് ഈ ഒരു പർട്ടിക്കുലർ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്? ഒരു ഗിവൺ കെമിക്കൽ കോമ്പൗണ്ടില് അതിനെപ്പോഴും ഒരു ഫിക്സഡ് റേഷ്യോ ഓഫ് കമ്പോണന്റ് എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക, ആൻഡ് ഇറ്റ് ഡസന്റ് ഡിപ്പെൻഡ് ഓൺ ഇറ്റ് സോഴ്സ് ആൻഡ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. അതായത് ഒരു ഫിക്സഡ് മാസ് റേഷ്യോ ആയിരിക്കും ആ ഓരോ കമ്പോണന്റ്സിലും ആ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിൽ ഉണ്ടായിരിക്കുക. ഇതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ കമ്പോസിഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവോഗാഡ്രോസ് ലോ ഡിസ്റ്റിംഗ്വിഷസ് ബിറ്റ്വീൻ option A, cations and anions, option B, atoms and molecules, option C, atoms and ions, option D, molecules and ions. അവോഗാഡ്രോ ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? അണ്ടർ ദ സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയം ഓഫ് ഡിഫറെന്റ് ഗ്യാസസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നാണ് അവോഗാഡ്രോ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ അവോഗാഡ്രോ ലോ ആക്ച്വലി ഡിസ്റ്റിങ്ഷൻ ചെയ്യുന്നത് ബിറ്റ്വീൻ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആണ്. അപ്പൊ ഓപ്ഷൻ ബി, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെമിക്കൽ ഫോർമുല കനോട്ട് ബി ഡിറ്റർമൈൻഡ് ബൈ യൂസിങ് ഓപ്ഷൻ എ, രാമൻ സ്പെക്ട്രോസ്കോപ്പി, ഓപ്ഷൻ ബി, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്, ഓപ്ഷൻ സി, ടൈട്രേഷൻ, ഓപ്ഷൻ ഡി, അൾട്രാവയലറ്റ് സ്പെക്ട്രോസ്കോപ്പി. കെമിക്കൽ ഫോർമുല നമുക്ക് ഒരിക്കലും ടൈട്രേഷൻ മെത്തേഡ് വഴി ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. ബാക്കി ഉള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ രാമൻ സ്പെക്ട്രോസ്കോപ്പി, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്, UV സ്പെക്ട്രോസ്കോപ്പി ഒക്കെ വെച്ചിട്ട് നമുക്കൊരു കെമിക്കൽ ഫോർമുല ഡിറ്റർമൈൻ ചെയ്യാം. പക്ഷെ ടൈട്രേഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും കെമിക്കൽ ഫോർമുലേനെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ടൈട്രേഷന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്താണ്? ഒരു സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ മെയിൻലി ടൈട്രേഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്, ബൈ റിയാക്ടിങ് ദാറ്റ് സബ്സ്റ്റൻസ് വിത്ത് അനദർ സബ്സ്റ്റൻസ് ഓഫ് നോൺ കോൺസെൻട്രേഷൻ ഇൻ എ റിയാക്ഷൻ. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ടൈട്രേഷൻ. ഓക്കെ, സോ അപ്പൊ ഇത്രയാണ് നമ്മുടെ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ചാപ്റ്ററിലെ MCQ മാരത്തോൺസ്. താങ്ക് യു.